തൃശൂരിലും UDF-ൽ കലാപം. ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ച് ലീഗ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് പരാതി അറിയിക്കാനും ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനം. UDF-ലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് മുന്നേറ്റം ഉണ്ടാക്കിയ സമയത്ത് ജോസഫ് ടാജറ്റ് നടത്തിയ പ്രതികരണം അനുചിതമെന്നും വിമർശനം. സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് DCC അധ്യക്ഷൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് ലീഗ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉയർന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ഉണ്ട്. സാനു, നമ്മൾ കൊച്ചിയിലെ സ്ഥിതി പരിശോധിക്കുകയായിരുന്നു. പക്ഷേ തൃശ്ശൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. UDF-ൽ വൻ കലാപം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. പറയൂ സാനു. രാഖി, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം മെല്ലെ നടന്നെടുക്കുന്ന വേളയിലാണ് തൃശൂർ UDF-നുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും രണ്ട് തട്ടിലായിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം ഈ മുന്നണിയിൽ ഒരു വിള്ളലുണ്ടാവാൻ കാരണം ഗുരുവായൂർ സീറ്റിൽ തട്ടിയാണ് കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDF-നുള്ളിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നത്. അതായത് ഗുരുവായൂർ സീറ്റ് കാലങ്ങളായിട്ട് മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് പകരം പട്ടാമ്പി സീറ്റ് നൽകി പരിഹരിക്കണം. അതായത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും പകരം ലീഗിന് പട്ടാമ്പി സീറ്റ് നൽകുകയും വേണമെന്നാണ് കോൺഗ്രസിനുള്ളിൽ ഉയർന്നിരിക്കുന്ന ഒരു ഫോർമുല. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം ഇന്നലെ തന്നെ രംഗത്ത് വന്നിരുന്നു. ജില്ലാ പ്രസിഡന്റ് തന്നെ, അതായത് DCC പ്രസിഡന്റിന്റെ അവകാശവാദം വെറും തമാശ എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിക്കും അല്ലെ ഒരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇന്നലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായിട്ടും ഉയർന്നു വന്ന ഒരാശയം. അതായത് ഒരു കാരണവശാലും ഗുരുവായൂർ സീറ്റ് വിട്ടുകളഞ്ഞുകൊണ്ട് മറ്റൊരു സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ലീഗ് ആലോചിച്ചിട്ട് പോലുമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെ പരാതി നൽകുമെന്നും നേരിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ അഭിപ്രായം അറിയിക്കുമെന്നുമാണ് ലീഗ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം അങ്ങനെയല്ല. K മുരളീധരനെ മത്സരിപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ളൊരു ആശയവുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനവുമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ ആദ്യ പടി എന്നോണം ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ DCC അധ്യക്ഷനായിട്ടുള്ള ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ സമാന നിലയിൽ തന്നെ ലീഗിന്റെ പ്രവർത്തനവും ഗുരുവായൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതായത് ഒരു മുന്നണിയിലെ രണ്ട് പാർട്ടികൾ ഒരേ സമയം സീറ്റിന് അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു കാരണവശാലും ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന അവകാശവാദവുമായി അല്ലെങ്കിൽ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടുമായിട്ട് ലീഗും ഗുരുവായൂർ സീറ്റ് വേണമെന്നുള്ള ഒരു ആശയവുമായിട്ട് കോൺഗ്രസും ഒരേപോലെ ഗുരുവായൂർ സീറ്റിനായിട്ട് പിടിവലി നടത്തുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണം ഈ പതിവായിട്ട് പരാജയപ്പെടുന്ന K മുരളീധരനെ ഇറക്കിക്കൊണ്ട് ഈ ഗുരുവായൂർ സീറ്റിനായിട്ടുള്ളൊരു മത്സരം വേണ്ട എന്നുള്ളൊരു തീരുമാനം കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരിതിന് പ്രധാന കാരണമായിട്ട് കാണിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും K മുരളീധരൻ തൃശ്ശൂരിൽ വന്നിട്ട് ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുന്ന K മുരളീധരൻ വീണ്ടും ഏറ്റുവാങ്ങാൻ പോകുന്നത് പരാജയമാണ്. തൃശ്ശൂർ മോഡൽ പരാജയം തന്നെ K മുരളീധരൻ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് തൃശ്ശൂർ മോഹം വെച്ചുകൊണ്ട് K മുരളീധരൻ ഇവിടേക്ക് വരണ്ട എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കളും കൈക്കൊള്ളുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ K മുരളീധരനെതിരെ ഒരു പട തയ്യാറെടുക്കുമ്പോൾ മറുഭാഗത്ത് UDF-നുള്ളിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു അധികാര അല്ലെങ്കിൽ ഒരു വടംവലി അതും ശക്തമായി വരികയാണ് തൃശ്ശൂരിൽ. രാഖി.